എഫിനായി അനുവദിച്ച നിലമ്പൂർ അങ്ങാടിയിലെ പ്രദേശത്തേക്ക്, അതായത് അർബൻ ബാങ്കിനും ഗവൺമെന്റ് UP സ്കൂളിനും ഇടയിലാണ് UDF അനുവദിച്ചിരിക്കുന്നത്. അങ്ങോട്ട് എത്തുകയാണ്. ഒരു അദ്ദേഹത്തിന്റെ വാഹനം കടന്നു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഹൈ ആംഗിളിൽ നിന്ന് കാണുന്നുണ്ടാകും. ഈ ആവേശം അതിന്റെ വാനോളം എത്തിയ ഒരു കാഴ്ചയാണ് ഉള്ളത്. UDFന്റെ പ്രവർത്തകർ അവരുടെ പതാകകളുമായി ആർപ്പ് വിളികളോടുകൂടി ഇവിടെ നിൽക്കുകയാണ്. വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച് 22 കിലോമീറ്റർ പിന്നിട്ടാണ് ഇവിടെ ആര്യാടൻ ഷൗക്കത്തും UDF നേതാക്കളും എത്തുന്നത്. ഈ എടക്കരയും ചുങ്കത്തറയും ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളെല്ലാം തന്നെ കണ്ട് അവിടെയുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ആളുകളെ കണ്ട് അഭിവാദ്യം ചെയ്താണ് ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങോട്ട് എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 30 വർഷം ആര്യാടൻ മുഹമ്മദ് എന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് കൈയടക്കി വെച്ച മണ്ഡലം കൈവിട്ടു പോയതാണ്. അന്നും ആര്യാടൻ ഷൗക്കത്തായിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നത്. ആ കൈവിട്ട മണ്ഡലം ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്തിലൂടെ തിരിച്ചു പിടിക്കാനുള്ളൊരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. PV അൻവർ സർക്കാരിനെതിരെ, പിണറായി സത്തിനെതിരെ പോരാടാനെന്ന് പറഞ്ഞ് രാജിവെച്ച് UDFനൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഒരു ത്രികോണ മത്സരത്തിൽ പരാജയം എന്നുള്ളത് UDFനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഇത് ഏതാണ്ട് 11 മാസത്തിന് വേണ്ടിയുള്ളൊരു MLAക്ക് വേണ്ടിയുള്ളൊരു തെരഞ്ഞെടുപ്പില്ലെന്ന് UDF നേതാക്കൾക്ക് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുന്നത്. KPCC പ്രസിഡന്റും ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. M സ്വരാജ് LDF സ്ഥാനാർത്ഥിയും നിലമ്പൂർ അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. PV അൻവർ പക്ഷേ മറ്റെവിടെയോ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വോട്ടർമാരിലേക്ക് ഇറങ്ങുകയാണെന്ന് നേരത്തെ തന്നെ അൻവർ പ്രഖ്യാപിച്ചതാണ്. കുട്ടിക്കലാശത്തിന് താനില്ല എന്ന് അൻവർ അറിയിച്ചതാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ ഒരു ബോക്സിൽ കാണാം. മറ്റൊരു വശത്ത് LDFന്റെ കുട്ടിക്കലാശത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളും കാണാം. ആവേശം വാനോളം, ആവേശ കൊടുമുടിയിലാണ് നിലമ്പൂരങ്ങാടി ഉള്ളത്. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരങ്ങാടിക്ക് ശ്വാസം മുട്ടുന്നുണ്ടാകണം. കാരണം ഇത്രമേൽ ആവേശവും ഇത്രമേൽ വാശിയുമുള്ളൊരു തെരഞ്ഞെടുപ്പിന് ഇതുവരെ നിലമ്പൂർ അതിൻ്റെ ചരിത്രത്തിൽ നേരിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആ കാണുന്ന ആൾക്കൂട്ടം നിലമ്പൂരുകാരല്ല, അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, അത് മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന്, വയനാട് ജില്ലയിൽ നിന്ന്, അതിനൊക്കെ അപ്പുറത്തുള്ള തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കൂട്ടമുണ്ട്. പരമാവധി ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് മുന്നണികൾ പയറ്റിയ തന്ത്രം. ആൾക്കൂട്ടത്തിന് വോട്ടർമാർക്ക് മുന്നിൽ പരമാവധി മേൽക്കൈ പുലർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ തന്ത്രം. അതിനുവേണ്ടി പരമാവധി ആളുകളെ ഇറക്കിയിട്ടുണ്ട്. ആ നിലക്ക് പരമാവധി കളറാക്കി, പരമാവധി ജോറാക്കി, പരമാവധി ഓളമുണ്ടാക്കിക്കൊണ്ട് ഈ അവസാന നിമിഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പാർട്ടികളും പയറ്റുന്ന തന്ത്രം. അതിൻ്റെ നേർചിത്രം കാണാം അവിടെ നിന്ന്. എന്തായാലും നിലമ്പൂർ രാഷ്ട്രീയ കേരളത്തിന് ബാക്കി വെച്ചത് എന്താകും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റന്നാളാണ് നിലമ്പൂരിൻ്റെ അതിനിർണായകമായ ജനഹിതം. കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിൽ അതിനിർണായകമായ ഇളക്കങ്ങളും ചലനങ്ങളും ഉണ്ടാക്കാൻ കെൽപ്പുള്ള, ശേഷിയുള്ള ഒരു ഫലമാണ് നിലമ്പൂരിൽ നിന്ന് കാത്തിരിക്കുന്നത്. നിശ്ചയമായും അത് UDFനും LDFനും അങ്ങേയറ്റം നിർണായകമാണ്. അത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണെന്ന് ഇതിനകം വിശേഷിപ്പിക്കപ്പെട്ട ഒന്നാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ബൈ ഇലക്ഷനിലൊക്കെ അതത് മുന്നണികൾ, അതത് പാർട്ടികൾ തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെയും അത് തന്നെയാണോ ആവർത്തിക്കുക എന്ന് വെച്ചാൽ LDFൻ്റെ സീറ്റ് LDF തന്നെ നിലനിർത്താൻ പോകുന്നതാണോ? അതല്ല. LDFൻ്റെ സീറ്റ് ഒരു കാലത്ത് UDFൻ്റെ കോട്ടയായിരുന്നു, ആര്യാടൻ മുഹമ്മദിൻ്റെ കോട്ടക്കൊത്തളമായിരുന്ന നിലമ്പൂർ ഒരു പഴയ കോൺഗ്രസ്സുകാരനെ കൊണ്ട് അടവ് നയത്തിലൂടെ തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ PV അൻവറിലൂടെ കണ്ടത്.